നമസ്കാരം. അപ്പൊ നമ്മളുടെ മലേഷ്യയിലെ കോലാലംപൂരിലെ ബാട്ടു കേവിലാണ്, മുരുകൻ ടെമ്പിൾ ആണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് ഈ പ്രാവുകളും അതോടൊപ്പം തന്നെ ടെമ്പിളും ഈ വിഗ്രഹവും ഒക്കെ എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്കിത് മണിക്കൂറുകൾ എടുത്തിട്ട് ഈ സ്റ്റെപ്പ് മുഴുവനും കയറി ആ കേവിന്റെ ഉള്ളിലേക്ക് എത്തണം. എങ്കിലാണ് അതിന്റെ ഡെസ്റ്റിനേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ നമുക്ക് യാത്രയിലേക്ക് പോകാം. മലേഷ്യയിലെ കോലാലംപൂരിലെത്തിയിട്ട് രണ്ടാം ദിവസമാണ്. രണ്ടാം ദിവസത്തെ ടൂറ് നമ്മളിന്ന് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കറിയാലോ, മലേഷ്യയിലെ കോലാലംപൂർ എന്ന് പറയുന്നത് മലേഷ്യയുടെ തലസ്ഥാനമാണ് ഈ കോലാലംപൂർ. ഹലോ, നമ്മളിന്ന് ബാട്ടു കേവ്സ് കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. മലേഷ്യയിലെ കോലാലംപൂരിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ബാട്ടു ഗുഹകൾ രാജ്യത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഈ ഗുഹകൾ ഒരു വലിയ ചുണ്ണാമ്പ് കല്ല് മലയിൽ രൂപപ്പെട്ടതാണ് കേട്ടോ. ഏകദേശം 400 ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ള ഈ പാറമലയ്ക്ക് അകത്താണ് ബാട്ടു ഗുഹയുടെ ആകർഷണമായിട്ടുള്ള ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ബാട്ടു ഗുഹയുടെ പ്രധാന ആകർഷണം ഭഗവാൻ മുരുകന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ്. ഗുഹയിലേക്ക് എത്താൻ ഏകദേശം 272 പടികൾ കയറേണ്ടതായിട്ടുണ്ട്. ഈ പടികൾ കയറുമ്പോൾ കാണുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകളും മലയുടെ മുകളിലേക്കുള്ള ആത്മീയ യാത്രയും തീർത്ഥാടകർക്ക് വളരെ സുന്ദരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഗുഹയുടെ പ്രവേശനത്തിന് മുൻവശത്ത് നിലകൊള്ളുന്ന വലിയ സ്വർണ്ണ നിറത്തിലുള്ള മുരുകന്റെ പ്രതിമ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമേറിയ മുരുകൻ പ്രതിമകളിലൊന്നാണ്. 42.7 മീറ്റർ ഉയരമുള്ള ഈ പ്രതിമ ബാട്ടു ഗുഹയുടെ മുഖചിഹ്നമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതാണ് ഏറ്റവും വലിയ ആകർഷണവും. പ്രിയമുള്ളവരെ, നമ്മൾ ബാട്ടു കേവ്സിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. മലേഷ്യയിൽ ബ്യൂട്ടി ഓഫ് കളേഴ്സ്, അതായത് നിറങ്ങളുടെ സൗന്ദര്യം എന്നാണ് ഈ ബാട്ടു കേവ്സ് അറിയപ്പെടുന്നത്. ശരിയാണ്, ഒരുപാട് നിറങ്ങളിൽ ചാലിച്ച അതിമനോഹരമായിട്ടുള്ള ഇടമാണ് ബാട്ടു കേവ്സ് എന്ന് പറയുന്നത്. നമുക്കിവിടെ മുരുകന്റെ വലിയ വിഗ്രഹം കാണാം, അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങൾ കാണാം, അതോടൊപ്പം തന്നെ അതിസുന്ദരമായിട്ടുള്ള കേവും പ്രാവുകളും പ്രകൃതിയൊക്കെ കൂടി അതിസുന്ദരമായിട്ടുള്ള കാഴ്ചകൾ അന്നത്തെ അധ്യായത്തിൽ. അപ്പൊ എല്ലാവരും എന്നോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോ കാണാൻ വായോ.
അങ്ങനെ നമ്മൾ കുറെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ദേ ഇനി നമ്മൾ 272 പടികൾ കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഒരു വലിയൊരു സൈലൻസ് ഉണ്ട് കേട്ടോ. നിശബ്ദതയ്ക്ക് അവിടെ വലിയൊരു പ്രാധാന്യമുണ്ട്. ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഈ പടികൾ ചവിട്ടി കയറി അമ്പലത്തിലേക്ക് പോകാനൊക്കെ പോകുന്നുണ്ട്. പക്ഷെങ്കിൽ പോലും അവിടെ കിട്ടുന്ന ഒരു സൈലൻസ് അതിനെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തിയിട്ട്. അപ്പൊ നമ്മളിങ്ങനെ പടികൾ ഇങ്ങനെ ചവിട്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബാട്ടു കേവിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് ഈ 272 വിവിധ നിറങ്ങളിലുള്ള പടികളാണ് കേട്ടോ. ചുവപ്പും മഞ്ഞയും നീലയും പച്ചയും ഒക്കെ ആയിട്ടുള്ള വളരെ സുന്ദരമായിട്ടുള്ള പടികൾ. ഒരു ചിത്രകാരൻ തന്റെ ബ്രഷിൽ നിന്നിറക്കിയ നിറപ്പൂക്കൾ പോലെയാണത്. അങ്ങനെ ഓരോ പടിക്കും അതിൻ്റെതായിട്ടുള്ള തനതായിട്ടുള്ള ഭംഗിയുണ്ട് കേട്ടോ. ഓരോ ചുവടും കയറുമ്പോഴും നിറങ്ങൾ ആത്മാവിനോട് സംസാരിക്കുന്നത് പോലെ തോന്നും. ഈ സൂര്യപ്രകാശമൊക്കെ ഈ സമയത്ത് പടികളിൽ വന്ന് അടിക്കുമ്പോൾ ഒരു ജീവനുള്ള ഒരു മഴവില്ലായിട്ടാണ് എനിക്കിത് തോന്നിയത്. ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാലോചിച്ചും ഉള്ളിൽ സന്തോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ പതിയെ പതിയെ പടികൾ കയറി ഇറങ്ങിയാണ് കേട്ടോ. അത്രയ്ക്ക് വലിയ ഈസിയുള്ള ടാസ്ക് ഒന്നും അല്ലെങ്കിൽ പോലും നമ്മളോടൊപ്പം തന്നെ പലരും ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ കയറി കാണുന്നു തോന്നുമ്പോൾ വളരെയധികം സന്തോഷം തോന്നും. ഇപ്പൊ ഞാൻ അവിടെ ചെന്നതിന് ശേഷം ഈ മുരുകന്റെ അവിടെ നിന്ന് താഴത്തേക്കുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. നമ്മൾക്ക് ഇത്രയും പടികൾ കയറിയതിനു ശേഷം നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും നല്ലതാണ്. നമ്മിങ്ങനെ പ്രകൃതിയുമായിട്ട് ഇതിങ്ങനെ അലിഞ്ഞു നിൽക്കുകയാണ് ഈ കേവ്. അതാണ് എനിക്ക് തോന്നുന്നു പ്രകൃതി മനുഷ്യന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ചിത്രം. എനിക്കിങ്ങനെ ഓരോ പടികൾ കയറുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കിയാണ്. കാരണം എനിക്ക് എത്ര ആസ്വദിച്ചിട്ടും മതിയാവുന്നില്ല അതിന്റെ സൗന്ദര്യം എന്ന പോലെ. അപ്പൊ വീണ്ടും വീണ്ടും ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കും, പിന്നെ ഇങ്ങനെ ചുറ്റുവട്ടമൊക്കെ നോക്കും, പിന്നെ ഞാൻ നടക്കും. അങ്ങനെയായിരുന്നു കേട്ടോ എൻ്റെ ബാട്ടു കേവിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. ഇനി ബാട്ടു കേവിന്റെ ഈ പടികൾ കടന്ന് നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ ഒരു വിശാലമായിട്ടുള്ള ഒരു സ്വഭാവ മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുറത്തെ നിറങ്ങളുടെ ലോകത്തിൽ നിന്ന് വളരെ ശീതളവും നിശബ്ദവുമായിട്ടുള്ള ഒരു ഗുഹയുടെ ലോകത്തിലേക്കാണ് നമ്മൾ ഇനി കടന്നു ചെല്ലാനായിട്ട് പോകുന്നത്. അകത്തേക്ക് വീഴുന്ന പ്രകൃതിദത്തമായിട്ടുള്ള ഈ പ്രകാശരശ്മികൾ പാറയുടെ കോണുകളിൽ പതിക്കുമ്പോൾ ഒരു ചലച്ചിത്രത്തിലെ ദൈവീക സീനുകൾ പോലെയാണ് ട്ടോ മാറുന്നത്. ഞാനിപ്പോ എന്തൊക്കെയോ പറയാൻ വേണ്ടി പരിശ്രമിക്കണം, കാരണം നമ്മൾ ഈ പടിയുമായിട്ട് തൊട്ട് അടുത്തെത്തി. അപ്പൊ ഇനി ഈ ഗുഹയുടെ മുകളിലുള്ള തുറവിലൂടെ നോക്കുമ്പോൾ ആകാശം ഒരു ചെറിയ ജാലകമായിട്ട് തെളിയുന്നത് നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. അവിടെ നിന്ന് പതിക്കുന്ന പ്രകാശം ആ ഗുഹയ്ക്ക് ഒരു ജീവനും ആത്മാവും ഒക്കെ നൽകുന്നു. ഏകദേശം നമ്മളിപ്പോൾ ഈ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഈ ബാട്ടു കേവിന്റെ മറ്റൊരു പ്രത്യേകത, നമ്മളിങ്ങനെ പടികൾ ചവിട്ടി കയറുമ്പോൾ ധാരാളം കുരങ്ങുകളെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. പ്രകൃതിയുടെ കളിക്കാരാണ് അവർക്ക്. ഇവരൊക്കെ ഇങ്ങനെ വഴികളിൽ നിന്ന് ഈ കുരങ്ങിന്റെ ഒപ്പമൊക്കെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ കുരങ്ങുകളുടെ കൂട്ടങ്ങൾ തീർത്ത ഈ പ്രദേശം ഈ യാത്രയെ കൂടുതൽ സജീവമാക്കുന്നതായിട്ടാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. നോക്കിക്കേ, ഞാൻ നിങ്ങളോട് മുൻപേ പറഞ്ഞില്ലേ ഈ ഗുഹയുടെ മുകളിലെ തുറവിലൂടെ ആകാശം ചെറിയ ജാലകമായിട്ട് തെളിയുന്ന ആ കാഴ്ചയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഈ ഗുഹയുടെ മുകളിലുള്ള ഒരു ഓപ്പൺ ഭാഗമാണ് അത്. അതിലൂടെ നമുക്ക് നോക്കിയാൽ ആകാശം നല്ല അതിസുന്ദരമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മുകളിലെത്തിരിക്കുകയാണ്. വള്ളി ദേവസേന മുരുക ടെമ്പിളിന്റെ വിഗ്രഹമാണ് കാണുന്നത്. മുരുകന്റെ വിഗ്രഹമാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ. അതിലുപരി പ്രകൃതിയുടെ സൗന്ദര്യമുണ്ട്. പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ടെമ്പിളാണ് ഇവിടെ. നിങ്ങൾക്ക് നോക്കാൻ കഴിയും ഓരോ പാറമേലും
വളരെ മനോഹരമായിട്ടുള്ള ശില്പങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. നമ്മുടെ മുരുകൻ ടെമ്പിൾ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും മുകളിലുള്ള സ്ഥലം. നോക്കി, ഒരു പ്രകൃതി തന്നെ ഒരു അമ്പലം നിർമ്മിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണല്ലേ, വലിയ അത്ഭുതം തന്നെയാണ്. അതീവ സുന്ദരം. എത്ര ടൂറിസ്റ്റുകളാണെന്ന് അറിയാൻ ഇവിടെ കാണാൻ വേണ്ടി വരുന്നത്. അവിടെ എല്ലാവരും ഹാപ്പിയാണ്. ഇവിടെ ഒരുപാട് പ്രാവുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ക്ഷേത്രത്തിൻ്റെ പരിസരമൊക്കെ അതീവ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ഇവരെല്ലാവരും പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. അപ്പോൾ അതിന് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. പ്രിയമുള്ളവരെ, ഈ ബാട്ടു കേവ് നമ്മൾ ഒരിക്കൽ കണ്ടാൽ മറക്കാനാവാത്ത ഒരുപാട് നിറങ്ങളാൽ നിറഞ്ഞ ഒരു ജീവനുള്ള ഓർമ്മയാണ് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ.